അങ്ങനെ 2026 തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആരാധകരെ മൊത്തം തന്നെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പോർച്ചുഗീസ് താരമായിട്ടുള്ള തിയാഗോ ആൽവസുമായിട്ട് മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ ടീം വിട്ട സാഹചര്യം, അതായത് അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്തായി അല്ലെങ്കിൽ മറ്റൊരു ക്ലബ്ബിലേക്ക് പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നതാണ്. അതായത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുമായിട്ട് വേർപിരിഞ്ഞു എന്നൊരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ISLൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഒരു ഭീഷണി സ്വരമൊക്കെ തന്നെ കേട്ട സാഹചര്യം നമ്മൾ ഈ കുറച്ച് നേരം പറഞ്ഞതാണ്. അതിനെല്ലാം ശേഷം അതിനേക്കാളൊക്കെ തന്നെ ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനും ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ എല്ലാമായ പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അഡ്രിയാൻ ലൂണയുമായിട്ട്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണയുമായിട്ട് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ ഒരു താൽക്കാലികമായിട്ട് വേർപിരിഞ്ഞിരിക്കുകയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും അദ്ദേഹത്തെ 2025-26 ഫുട്ബോൾ സീസണിന് വേണ്ടി ഒരു ഓവർസീസ് ക്ലബ്ബിലേക്ക് അദ്ദേഹത്തെ നിലവിൽ ലോണിന് അയച്ചിരിക്കുകയാണ്. ISLൻ്റെ കാര്യത്തിൽ നിലവിൽ ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ഫോഴ്സ്ഫുള്ളി എടുക്കേണ്ടതായിട്ട് വന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഒരു ആരാധകരുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായും വളരെയധികം നിരാശ നൽകുന്ന അല്ലെങ്കിൽ വളരെയധികം ഫോഴ്സായിട്ടുള്ള ഒരു ഡിസിഷനായിട്ട് തോന്നിയേക്കാം. പക്ഷേ അതേസമയം ഒരു താരത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉറപ്പായും തന്നെ ഒരു ശരിയായിട്ടുള്ള തീരുമാനമാണ്. കാരണം ISLൻ്റെ കാര്യത്തിൽ നിലവിൽ ഇപ്പോഴും ആശങ്കയാണ് ഉള്ളത്. സോ ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് അദ്ദേഹത്തിന് തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായും തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫുട്ബോൾ കരിയർ അവിടെ നശിക്കുകയാണ് ഉണ്ടാവുക. പോരാത്തതിന് നിലവിൽ ഇപ്പോഴും നല്ല ഓഫറുകൾ വരുന്ന സമയം കൂടിയാണ്. അതായത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സോ ആ ഒരു സാഹചര്യത്തിൽ ഉറപ്പായും മറ്റ് ഓഫറുകൾ മികച്ചതായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും തന്നെ തങ്ങളെ ഗുണം ചെയ്യും എന്ന് താരങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു ആരാധകൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു തെറ്റായ തീരുമാനമാണെങ്കിൽ പോലും ഒരു ക്ലബിൻ്റെ അല്ലെങ്കിൽ ഒരു താരത്തിൻ്റെ നിലയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ശരിയായിട്ടുള്ള തീരുമാനം. സോ ആ ഒരു സാഹചര്യത്തിൽ മികച്ച തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. അതായത് ISLൻ്റെ കാര്യത്തിലുള്ള നിലവിലെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നൊരു ആശങ്ക അല്ലെങ്കിൽ ചോദ്യചിഹ്നം തുടരുകയാണ്. എങ്കിൽ പോലും നിലവിൽ എല്ലാ ക്ലബ്ബുകളിൽ നിന്നും ഇനി ഒരു വൻപൻ കുടിയേറ്റം, അതായത് ഒഴിഞ്ഞുപോക്ക് തന്നെ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഇതിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനും എല്ലാമായിട്ടുള്ള അഡ്രിയാൻ ലൂണ ഇനി ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ ഈ സീസണിൽ കളിക്കുകയില്ല. പോരാത്തതിന് ഇനി ലോൺ കഴിഞ്ഞ് തിരിച്ച് വന്നാൽ പോലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ഇനിയൊരു മത്സരം കളിക്കുമോ എന്നൊരു കാര്യം ഉറപ്പില്ലാത്തതാണ്. സോ കണ്ടു തന്നെ അറിയാം എന്താവും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഈ ഒരു ഭാവി ഇങ്ങനെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്നൊക്കെ.